അപ്പോഴേ ഞാൻ വിഷ്ണുവിനോട് പറയാറുണ്ട്, എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോഴോ അല്ലെങ്കിൽ ഡ്രസ്സ് നന്നായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ റീൽസ് എടുക്കണം എന്ന് എന്നെക്കാളും കൂടുതൽ അവനാണ് ആഗ്രഹം. അപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 1 to 2 days ബിഫോറെങ്കിലും അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അത് നോക്കൂല. എന്നിട്ട് ലാസ്റ്റ് മൊമെൻ്റ് മാത്രം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെക്കുന്ന 2.5 പേരാണ് ഞാനും എൻ്റെ മോളും ഏട്ടനും. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകും. വാഷെടുക്കല്ലേ. ഷാപ്പിൽ പോയി അവിടെ നിന്ന് നേരെ പോയത് ലുലുവിലേക്കാണ്, നമ്മുടെ എടപ്പള്ളിയിൽ. അവിടെ ചെന്ന് ഇവരെ കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുത്തു. അതിനിടക്ക് അവിടുത്തെ ലിഫ്റ്റ് പിന്നെ പറയണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ടാകും. അങ്ങനെ ദേവു ഫുള്ള് ഓട്ടോ ആയിരുന്നു. അവിടെ ഫൺട്യൂറയൊക്കെ കണ്ടതിന് ശേഷം അവൾക്ക് ഗെയിം അങ്ങനെ കുറേ പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഹന്നമോളെയും ചമ്മൂനെയും കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു. പിന്നെ അവളുടെ ഓട്ടത്തിനനുസരിച്ചിട്ട്, അതായത് നമ്മൾ പോകുന്ന വഴിക്കല്ലല്ലോ ഈ പിള്ളേർ വരുന്നത്, അവർ പോകുന്ന വഴിക്കാണല്ലോ നമ്മൾ ഓടേണ്ടത്. അവിടെ നിന്ന് നേരെ ചമ്മൂനെയും കൊച്ചിനെയും കണ്ടുപിടിക്കാനുള്ള അലച്ചിലാണ് വിഷ്ണു അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫൺട്യൂറയുടെ അവിടെയുണ്ട്, ഞങ്ങൾ അവിടെ ഇപ്പുറത്തുണ്ട്, നമ്മുടെ ചിക്കിങ്ങിൻ്റെ അവിടെയുണ്ട്. അങ്ങനെ കുറേ ടൈം അങ്ങനെ പോയി. പിന്നെ ഇത് വാശിയാണ് കേട്ടോ, ഇത് വലിയ കാര്യമാക്കണ്ട. അവിടെ ഒരു കുഞ്ഞു വാവനെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര കൗതുകമൊക്കെ ആയിരുന്നു. ആഗ്രഹിച്ചിട്ട് കാര്യമില്ല മോളെ, ഇപ്പോഴൊന്നുമില്ല, അങ്ങനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല അച്ഛനും അമ്മയും, ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇങ്ങനെ നടന്ന് സ്പാർക്കീസ്, പണ്ടത്തെ സ്പാർക്കീസ് ഇപ്പോഴത്തെ ഫൺട്യൂറ, അങ്ങോട്ടേക്ക് എത്തി. ഇത് എനിക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് തന്നേച്ചാട്ടോ. കേറിയിരുന്നോ? അഞ്ഞൂരെ കാണണ്ടെങ്കിൽ വാടോ. ചവിട്ടി വെക്കോ, ടാറ്റ വെക്കോ. പതിവോ അങ്ങനെ ലാസ്റ്റ് ഈ ഒരു പടീനെ കണ്ടുപിടിച്ചു. അവിടെ നേരെ കൊച്ചിനെ കണ്ടുപിടിച്ചു. അവള് ഗെയിംസിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് എവിടെയും പോയിട്ടില്ല. പണ്ടൊക്കെ പോകുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ ആലുവയിലും അവൾ കൊച്ചിയിലും ആയതുകൊണ്ട് പോകലൊക്കെ റെയറാണ്. ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 year ആയി ഞങ്ങൾ ട്രിപ്പ് പോയിട്ട്. ഇപ്പം ട്രിപ്പ് മൂടി നിൽക്കണേണ്, ഒന്നും റെഡി ആയിട്ടില്ല. എത്രയും പെട്ടെന്ന് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും കുട്ടികളായിട്ട് എവിടെയെങ്കിലും പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ഇവർക്ക് പറ്റിയ ആക്ടിവിറ്റീസ് ഉള്ള പ്ലേസസിൽ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഇതാകുമ്പോൾ നമ്മൾ ലുലുവിൽ
ഇപ്പോൾ ഹൈപ്പറിലേക്കൊക്കെ കയറാൻ വേണ്ടി പോവുകയാണെന്നാണെങ്കിൽ 290 ഓർ 260 റുപ്പീസിന് എന്തോ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ എനിക്ക് തോന്നുന്നു ബേസ്മെൻറ്റ് ഏരിയയിൽ തന്നെ ശരിക്കും ഒരു 1 അവർ സ്പെൻഡ് ചെയ്യാനായിട്ട് അതിനകത്ത് തന്നെ ആയിരിക്കും കുഞ്ഞുങ്ങൾ. അവരെന്തെങ്കിലും അലമ്പുണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ പാരൻസിനെ വിളിക്കുകയുള്ളൂ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ട് 1 അവർ കുട്ടികളെ 2 പേരെ അവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക്, ചെറിയ പിള്ളേർക്ക് പറ്റിയത്. അപ്പോൾ 2 പേരെയും കൊണ്ടുപോയിട്ട് താഴെ ഇരുത്തി ഒരു 1 അവർ വെച്ചിട്ട് നല്ല രസമായിരുന്നു. ഹന്നമോള് പിന്നെ പറയണ്ട, അവള് ദേവുനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് വേറെ ഒന്നും വേണ്ട. പിന്നെ അവരുടേതായ ഒരു വേൾഡാണ് അവിടെ സൃഷ്ടിക്കുന്നത്. പിന്നെ നമ്മളത് പിന്നെ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിള്ളേരുടേതായ രീതിക്ക് അങ്ങനെ പോകും. ഒരു കണ്ണുണ്ടാവും എന്ന് മാത്രം. അതായത് ഞങ്ങളുടെ 3 പേരുടെയും ഓരോ കണ്ണ് വീതം അതുങ്ങളുടെ മേലെ ഉണ്ടായിരുന്നു. കാരണം കുരുത്തക്കേടിൻ്റെ ആശാത്തികൾ 2ഉം കണക്കാണ്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം അറ്റകുറ്റപ്പണികളൊക്കെ അതിങ്ങനെ ബാക്കിൽ നിന്ന് നടത്തുന്നുണ്ട്. പിന്നെ അവൾക്ക് കാട് 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 എന്ന് പറഞ്ഞ് കരയുന്നത് എല്ലാ ഗെയിംസിലും കയറുമ്പോൾ അവൾക്കവിടെ പഞ്ച് ചെയ്യണം. എന്നിട്ട് അതായില്ല എന്നാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങും. അത്രയും ടൈമൊന്നും സ്പെൻഡ് ചെയ്യണില്ല. അങ്ങനെ അച്ഛൻ ഞങ്ങൾക്ക് 2 പെനി ഐസ്ക്രീംസ് ഒക്കെ മേടിച്ച് തന്ന് ഞങ്ങൾ അവിടെ അടക്കി ഒതുക്കിയിരുത്തി. ആക്ച്വലി എനിക്ക് സേമിയയുടെ പണ്ടത്തെ ഐസ്ക്രീംസ് ഇല്ല, ഐസ് ഫ്രൂട്ട്സ് ഇല്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞങ്ങൾ കഴിച്ചു. രാവിലെ മുതൽ തുടങ്ങിയ തലവേദനയാണ്. വൈകിട്ട് ഞാൻ നേരെ തുടരും ഫിലിം കാണാൻ വേണ്ടി ഞങ്ങൾ 3 പേരും പോയി. രാവിലെ മുതൽ വൈകിട്ട് വരെ ടൈറ്റ് ഷെഡ്യൂളിലായിരുന്നു ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്നേച്ച്. ഷാപ്പിൽ പോകലും ലുലുവിൽ വരലും തിരിച്ച് ഫിലിം കാണാൻ വേണ്ടി പറവൂർ വരലും എല്ലാം കൂടെ. രാവിലെ മുതൽ വൈകിട്ട് വരെ ഏകദേശം ഒരു 6-7 ചായ ഞാൻ കുടിച്ചിട്ടുണ്ടാവും. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുടിച്ചു, അവിടെ എത്തിയപ്പോൾ കുടിച്ചു, ലുലുവിലെത്തിയപ്പോൾ കുടിച്ചു, ഇറങ്ങിയപ്പോൾ കുടിച്ചു, ഫിലിം കാണാൻ വേണ്ടി കയറിയപ്പോൾ കുടിച്ചു, ഇറങ്ങിയപ്പോൾ കുടിച്ചു. കാരണം അത്ര എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ ചായ കുടിക്കാറാണ് പതിവ്. ചായ കുടിച്ച് കഴിയുമ്പോൾ എനിക്ക് കുറച്ചെങ്കിലും റിലീഫ് കിട്ടും. പക്ഷേ ഇത് ഒരു രക്ഷയില്ലാത്ത തലവേദനയായിരുന്നു. കാരണം ഫിലിം എനിക്ക് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയും നല്ല ഫിലിമായിരുന്നു തുടരും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫിലിം. പക്ഷേ കണ്ടു, ഒട്ടും എൻജോയ് ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല. തലവേദനയൊക്കെ ആണെങ്കിൽ ഞാൻ മാറ്റി വെച്ചിട്ട് നല്ലോണം എൻജോയ് ചെയ്തു. അങ്ങനെ ദേവുവിന് കുറേ പോപ്കോണും മേടിച്ചു കൊടുത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. അവളും അത്യാവശ്യം കോപ്പറേറ്റ് ചെയ്ത് കണ്ടു. കാരണം എനിക്ക് ഫിലിം കാണുന്ന സമയത്ത് ഇങ്ങനെ ഡിസ്റ്റർബൻസ്, ഇവളിങ്ങനെ കുറുമ്പും കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന പ്രായമാണ്. പക്ഷെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് എൻ്റെയും സന്തോഷം നോക്കട്ടെ. കണ്ണടച്ചോ ചിരിച്ചേ. ഇഷ്ടായോ? താങ്ക് യു. എന്താ എനിക്ക് പൂർണ്ണമായ എന്ത് സാധനം തരൂല. പണിയെടുക്കും. ഡൂയോന് കഴിക്കാൻ വേണ്ടി മേടിച്ച ഐസ്ക്രീം ഞാൻ എൻ്റെ തലയിൽ വെച്ചിട്ട് ചൂടാറ്റിക്കൊണ്ടിരുന്നത്. തണുപ്പാറ്റിക്കൊണ്ടിരുന്ന വെച്ചാൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തണുപ്പാറിക്കൊണ്ടിരുന്നത് എൻ്റെ തലയിൽ. ആ തണുപ്പ് കയറും തോറും നല്ല സുഖമായിരുന്നു എനിക്ക്. തലയിൽ ആ തണുപ്പ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കൂടുതൽ ടൈം ഞാനിങ്ങനെ എൻ്റെ തലയിൽ വെച്ചുകൊണ്ടേയിരുന്നു വെച്ചു. 8 മണി പോലും കറക്റ്റ് ആവാതെ ഒരു പൂച്ചക്കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുണ്ടോ. എനിക്ക് എന്ത് സങ്കടമാണെന്നറിയോ, ഇവക്ക് ഫുഡ് കഴിക്കാൻ ഞാൻ എല്ലാം ഓടിപ്പടച്ച് ജോലിയും കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കും. പക്ഷേ ഇവൾ ഇരുന്നുറങ്ങും. എന്നിട്ട് ഇവളെ വിളിച്ചെണീപ്പിച്ച് ഭക്ഷണം കൊടുക്കലാണ് എൻ്റെ പണി. എപ്പോഴും എനിക്ക് സങ്കടം വരുന്ന ഒരു കാര്യമാണ്. ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നത് ഇവളിങ്ങനെ പെട്ടെന്ന് കിടന്ന് ഉറങ്ങിക്കളയുന്നതാണ്. കാരണം വെളുപ്പിന് ഇവൾ നേരത്തെ എണീക്കും. ചില സമയത്തൊക്കെ 12 മണിയായാലും കിടന്നുറങ്ങലില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, പെട്ടെന്ന് കിടന്നുറങ്ങുന്നുണ്ട്.
നല്ല വിഷമമുള്ളൊരു കാര്യമാണ്. പിന്നെ അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ അത്രയും ഇന്ന് രാവിലെ മുതൽ ഒരു 10 മണി മുതൽ ഈ 8 മണി വരെ അത്രയും ബിസിയായിരുന്നു. അവളും ആ സമയത്തൊന്നും ഉറങ്ങിയിട്ടില്ലല്ലോ. 8 മണിയായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വേഗം കിടന്നുറങ്ങി, ഉറങ്ങിക്കളഞ്ഞ്. എന്നിട്ട് ഞാൻ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒന്ന് ചിണുങ്ങി. അപ്പം ഞാൻ പണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നതിൻ്റെ ഉറക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതൊരു സന്തോഷം എന്നുള്ള രീതിക്ക് ഞാനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നതിൻ്റെ വീഡിയോ നാളെ പറയാലോ, ഞാൻ നിന്നിങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് നടന്നിട്ട് വളർത്തിയിട്ടുണ്ടെന്ന്. താൻ നാളെ ഇതൊക്കെ കാണോടോ ദേവു. എന്തോ ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഇതെൻ്റെ സന്തോഷം. ഓക്കെ, അങ്ങനെ ഇങ്ങനെ ചൂട് പറ്റി ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു. ഭയങ്കര സ്നേഹമാട്ടോ ചില സമയത്തൊക്കെ. കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇടിയും പൊടിയും ബഹളമൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും എനിക്ക് അവളും അവൾക്ക് ഞാനും ഏട്ടനും ഭയങ്കരമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് അവളെ കേൾക്കാൻ ഞങ്ങളും നിൽക്കാറുണ്ട്, ഞങ്ങളെ കേൾക്കാൻ അവളും നിൽക്കാറുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. എന്തോ സങ്കടമൊക്കെ വരാറുണ്ട് ചില സമയത്തൊക്കെ. ഇവളെ മിസ് ചെയ്യാറുണ്ട് ജോലിക്കൊക്കെ പോകുമ്പോൾ. പക്ഷെ എന്തോ ഹാപ്പിയാണ്, അവൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി വ്ളോഗായിരുന്നു, ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻ്റ് ഇടുക, അതുപോലെ തന്നെ ഫീഡ്ബാക്ക്സ് പറയുക, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിശേഷമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഫുൾ ഓഫ് സ്നേഹം. ബൈ ഫ്രം കേൾ ലൈഫ് സ്റ്റോറീസ്. ഗുഡ് നൈറ്റ്.